ഗുഡ് ഈവനിങ് എവരിവൺ. നമസ്കാരം. ഇന്നത്തെ പാനൽ ചർച്ചയ്ക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ വലിയ അവസരത്തിൽ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ബഹുമാനപ്പെട്ട അതിഥികളും പരിചയസമ്പന്നരായ പാനലിസ്റ്റുകളും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്ന വിഷയം ആർ വി ലിസണിങ് ടു അവർ ചിൽഡ്രൻ ഇനഫ്. അതിൽ ഒന്നാമത്തെ ദിവസത്തെ വിഷയം റോൾ ഓഫ് സ്കൂൾ ആൻഡ് ചൈൽഡ് ലൈൻ ഇൻ ചൈൽഡ്സ് ഡിസിഷൻ മേക്കിംഗ്. ഇന്നത്തെ സമൂഹത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ വിഷയം. ഈ മേഖലയിൽ അനുഭവസമ്പന്നരായ നമ്മുടെ പാനലിസ്റ്റുകൾക്ക് ഞാൻ സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. അവരുടെ അറിവുകളും ആവിഷ്കാരങ്ങളും നമുക്ക് പ്രചോദനമാകട്ടെ. അവസാനമായി ഈ ചർച്ച വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുമ്പോൾ എല്ലാവരെയും വീണ്ടും ഹൃദയം നിറഞ്ഞ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശിശു വികസനത്തിന്റെ ഒരു നിർണായക വശമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. പിന്തുണാ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളുകളും ഹെൽപ്പ് ലൈനുകളും കുട്ടിയുടെ തീരുമാനമെടുക്കൽ പ്രക്രിയയെ എങ്ങനെ സ്വാധീനിക്കുന്നു. കുട്ടികൾ പലപ്പോഴും സങ്കീർണമായ തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച വളരെ പ്രസക്തവുമാണ്. അടുത്തതായി ഞാൻ നമ്മുടെ പാരന്റ്സുകളെ പരിചയപ്പെടുത്തട്ടെ. PS സുധീർ സാർ, അദ്ദേഹം VHSS പനങ്കാട് സ്കൂളിൽ അധ്യാപകനാണ്. അഞ്ജലി തോമസ് മാം, ആലപ്പുഴ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ സൂപ്പർവൈസർ ആണ്. അടുത്തതായി ഞാൻ സുധീർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്കൂളുകളുടെ പങ്ക്, റോൾ ഓഫ് സ്കൂൾസ് ഇൻ ചൈൽഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാനായി. ഓവർ ടു യു സാർ. സാർ. താങ്ക് യു. ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണ് സാർ. ഓക്കെ. എന്തായാലും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക്, ഈ സെഷനിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ എല്ലാ ആളുകൾക്കും ഞാൻ ആദ്യമേ നന്ദി പറയട്ടെ. കാര്യം വളരെ നല്ലൊരു അവസരമാണ്, നല്ലൊരു പ്രോജക്റ്റ് ആണ് നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ബാച്ച് വളരെ കാര്യപ്രസക്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട്, വളരെ നമ്മൾക്ക് അറിയാം, സോഷ്യൽ ജസ്റ്റിസ് ഡേ ആണ് നാളെ. വേൾഡ് സോഷ്യൽ ജസ്റ്റിസ് ഡേ ആണ്. അതോടനുബന്ധിച്ച് നമ്മൾക്ക് നടത്താവുന്ന പല ഡിസ്കഷൻസും, ഇത് നമുക്കൊരു ക്ലാസ് എടുക്കലല്ല, നമുക്കൊരു ഇന്ററാക്ഷൻ സെഷന്മാര് നമുക്ക് പോവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസിൽ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലും ഞാൻ ഇടപെടുന്ന കുട്ടികളിലും അവരായിട്ടുള്ള ഓരോ ഇടപെടലുകൾ, എനിക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ നമുക്കറിയാം, ഇന്നിപ്പോ 2025 ഫെബ്രുവരി 20 നാളെയാണ് വേൾഡ് സോഷ്യൽ ജസ്റ്റിസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കപ്പെടുന്നത്. അതിന്റെ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അപ്പോ നമുക്ക് അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. എന്താണ് സാമൂഹ്യ നീതി? അത് എവിടെയൊക്കെയാണ് പാലിക്കപ്പെടേണ്ടത്? പ്രത്യേകിച്ചും നമ്മൾ കുട്ടികളുടെ കേസിൽ സാമൂഹ്യ നീതി ഫസ്റ്റിലെ നമുക്ക് പാലിക്കപ്പെടേണ്ടത് അവരെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്കൂളുകളിലാണ്. ഇപ്പൊ നമ്മള് ഒരു കുട്ടി, എനിക്ക് തോന്നുന്നു, കൂടുതൽ സമയവും വീടുകളിലെ നമ്മളുടെ പാരന്റ്സിനൊപ്പം ചെലവഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ സമയം ഒരുപക്ഷെ സ്കൂളിൽ ചെലവഴിക്കുന്നുണ്ട്. ഒരു 6-7 മണിക്കൂറൊക്കെ അവര് ഇന്ററാക്ഷൻ ആയിട്ട് ചെലവഴിക്കുന്നുണ്ട്, നമ്മുടെ അടുത്ത് ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ അത് സ്കൂളിലാണ് സാമൂഹ്യനീതി ഉറപ്പുവരുത്തേണ്ടത് ആദ്യമേ തന്നെ എന്ന് ചോദിച്ചാൽ, അത് അഭിപ്രായം പറയേണ്ടത് അത് കേൾക്കുന്ന ആൾക്കാരാണ്. സ്കൂളിൽ തന്നെയാണോ, അല്ലെങ്കിൽ സൊസൈറ്റിയിലാണോ, അല്ലെങ്കിൽ വീട്ടിലാണോ സാമൂഹ്യനീതി കുട്ടികളിൽ ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ സാമൂഹ്യനീതി ഉറപ്പാക്കാനായിട്ട് സ്കൂളിൽ ഇപ്പൊ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ അതെങ്ങനെ ഉറപ്പാക്കാം?
അവിടെ അത് ഉറപ്പാക്കുന്ന സമയത്ത് അവിടെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ചർച്ചയ്ക്ക് വരേണ്ട വിഷയങ്ങൾ. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചിരുന്നാല് കുട്ടികൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെയും അവിടെ ടീച്ചർ ഒരു കാര്യം പറയുന്നു, ഞങ്ങളത് കേട്ടിട്ട് ഇങ്ങോട്ട് പോരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാര് അത് കേട്ടിട്ട് ഇങ്ങോട്ട് പോരുന്നു. അവിടെ അഭിപ്രായങ്ങളൊന്നുമില്ല. നിങ്ങൾ കുട്ടികളല്ലേ, ഞങ്ങൾ അധ്യാപകരാണ്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ കേട്ടാൽ മതി എന്നൊരു ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ സമയത്ത്. പക്ഷെ ഇന്ന് അതിൻ്റെ നിന്നൊക്കെ മാറി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. കുട്ടികൾ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും, അവരുടെ അഭിപ്രായങ്ങളും. പിന്നെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ തന്നെയും നമ്മൾ അവരോട് പറയാറുണ്ട്, ഞങ്ങൾ പറയുന്ന എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. കാര്യം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് അത്ര ഭയങ്കരമാണ്. കുട്ടികൾക്ക് സംശയങ്ങൾ ഭയങ്കരമാണ്. അപ്പൊ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഒരുപക്ഷെ അപ്പൊ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നില്ല. ഒരുപക്ഷെ നമുക്കത് പിറ്റേന്ന് നോക്കിയിട്ടേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് പണ്ട് നോക്കിയിട്ട് നാളെ പറഞ്ഞു തരാമെന്ന് പറയും. പക്ഷെ ഇപ്പൊ നമുക്ക് അപ്പൊ തന്നെ അതേ സെക്കൻഡിൽ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് ഗൂഗിൾ ചെയ്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ പഴയമാരല്ല, കുട്ടികളെ നമ്മളിപ്പോ ചേർത്ത് നിർത്തുകയാണ് അല്ലെ. നമ്മളിലേക്ക് തന്നെ കുട്ടികളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചില അപവാദങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾ തമ്മിൽ നമ്മൾ ഇപ്പൊ മീഡിയാസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ വഴിവഴിക്ക് നടന്നോട്ടെ. പക്ഷെ കൂടുതലും ആയിട്ട് കുട്ടികളെ ചേർത്ത് നിർത്തി, ഒപ്പം നിർത്തി നമ്മള് ആണ് അധ്യാപകരും കുട്ടികളും ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോ, ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസം മുന്നേ നമ്മൾ ടി വിയിലൊക്കെ കണ്ടതാണ്, ഒരു കുട്ടി ഒരു ഫോൺ വാങ്ങിച്ചു വന്നിട്ട് അവൻ വയലന്റ് ആയിട്ട് അവിടുത്തെ പ്രിൻസിപ്പാളുടെ ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവനെ നമ്മളൊരു കുട്ടിയായിട്ട് പരിഗണിച്ചുകൊണ്ട് അവൻ അനുഭവിക്കുന്ന അവന്റെ പശ്ചാത്തലം, അവന്റെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവൻ വരുന്ന വീട്ടിൽ നിന്ന് ഏത് സാഹചര്യത്തിൽ നിന്നാണ് അവൻ വീട്ടിൽ നിന്ന് വരേണ്ട സാഹചര്യം എന്താണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും നമുക്ക് അവനെ അങ്ങോട്ട് ഒറ്റയടിക്ക് കുറ്റപ്പെടുത്തി അവനെ പുറത്താക്കി, അല്ലെങ്കിൽ അവനെതിരെ പരാതി കൊടുത്ത് അവനെ ഒരു പോലീസ് കേസാക്കി, അതല്ല. അപ്പോഴും നമുക്ക് അവിടെ ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു ജസ്റ്റിസ് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നില്ല. വേണം, അവൻ പുറത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ അവനെ ആ രീതിയിലേക്ക് അവനെ സൊസൈറ്റി കൈകാര്യം ചെയ്യും. പക്ഷെ ഒരു വിദ്യാലയത്തിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു സംഭവം നടത്തുമ്പോൾ അവിടുത്തെ അധ്യാപകർ പാലിക്കേണ്ടതായ ചില കടമകളുണ്ട്. അത് തന്നെയാണ് അവിടെ പാലിക്കപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവനത് എന്തുകൊണ്ടാണോ പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൽ പറഞ്ഞതാണോ, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം പറയണമെന്ന് കരുതിക്കൊണ്ട് തന്നെ വന്നിട്ട് പറഞ്ഞതാണോ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ആ പറഞ്ഞ വാക്കുകളും ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവനൊരു മാനസാന്തരം, ഒരു തിരുത്താനുള്ള അവസരം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഒരു സാമൂഹ്യ നീതി നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവനൊരു ജസ്റ്റിസ്, സാമൂഹ്യ നീതി അല്ലെങ്കിൽ അവനൊരു ജസ്റ്റിസ് നമുക്ക് അവിടെ ഉറപ്പാക്കാൻ പറ്റും സ്കൂളുകളിലെ. പിന്നെ ഓരോ പ്രശ്നങ്ങളും ഇപ്പൊ നമുക്ക് കുട്ടികളുടെ ഓരോ പ്രശ്നങ്ങളും ഒരു എന്താ പറയാ, ഒരു നിശ്ചിത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാനൊന്നും നമുക്ക് കഴിയില്ല. ഇപ്പൊ നമുക്ക് കുറെ നിയമങ്ങൾ നമുക്കുണ്ട്. ആ നിയമങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കുട്ടികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരെ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത് എത്രത്തോളം എന്നത് അതൊക്കെ ഒരു ആവേശികമാണ്. അത് എത്രത്തോളം അവൻ ചെയ്ത കുറ്റത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട്, അതൊക്കെ ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ ഡെവലപ്മെന്റ്സ് അതുകൊണ്ട് മാത്രമാണ് കുട്ടികളിലായാലും കുട്ടികളെ സ്കൂളിലൊക്കെ നമുക്ക് ആ ഒരു സാമൂഹ്യ നീതി നമുക്കത് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അത് ഒക്കെ നമുക്ക് പറ്റുള്ളൂ അല്ലെ. പിന്നെ അവരുടെ ഒരു ഇപ്പൊ ഞാൻ എന്റെ കൂടെ നിൽക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാല് ഒരു അഡോളസെന്റ് സ്റ്റേജിലുള്ള കുട്ടികളാണ്, ഹയർ സെക്കൻഡറി കുട്ടികളാണ്. അപ്പൊ അവരുടെ എന്ന് വെച്ചാൽ മാനസികമായും ശാരീരികമായിട്ടുള്ള ആ വളർച്ച, ആ ഒരു ഏജിൽ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ
അപ്പൊ നമ്മൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ നിന്ന് അവരൊപ്പം ചേർത്ത് ഒറ്റൊക്കെയാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഡിസ്ക്രിമിനേഷൻ ഒന്നും വരാത്ത രീതിയിൽ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമാണ് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് രക്ഷിതാക്കളും അങ്ങനെ ആയിരുന്നില്ല, അധ്യാപകരും അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ രക്ഷിതാക്കൾ അധ്യാപകരൊക്കെ ഇപ്പൊ മാറി, ആ ഒരു രീതിയിലേക്ക് വന്നു. എല്ലാ തലത്തിലും മാറി. രക്ഷിതാക്കളായാലും പണ്ടുള്ള രക്ഷിതാക്കളല്ല ഇപ്പോഴത്തെ രക്ഷിതാക്കൾ. അവർക്ക് ഇപ്പൊ ഒരു കുട്ടി ഒരു സ്കൂളിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അവർ ഉടനെ ഇടപെടും. കാര്യം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു അധ്യാപകൻ ശാസിച്ചാലോ അല്ലെങ്കിൽ ഒരു വടിയെടുത്ത് അടിച്ചാലോ കുട്ടി വീട്ടിൽ പറയില്ല. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുമ്പോഴാണെങ്കിൽ ഞാനൊക്കെ ഒന്നും വീട്ടിൽ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നമുക്ക് അടി കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടൊന്നും പറയില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല. ഇപ്പൊ അത് കുറച്ച് മാറിയിട്ടുണ്ട്. മാറിയ കുട്ടികൾ പിടിച്ചെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ രക്ഷിതാക്കള് എന്താണ് മാഷെ അങ്ങനെ ഒരു വിഷയം എന്റെ മോൻ അടിക്കാനുണ്ടായ കാര്യം എന്താണെന്നുള്ള അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി പഴയതിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മുതിർന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ട് കുട്ടികൾ വന്നിരുന്നാൽ നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ, നീ അങ്ങ് മാറി നിൽക്ക, മുതിർന്നവർ ഇരിക്കുന്നിടത്താണോ നീ വന്ന് സംസാരിക്കുന്നേ എന്നും പറഞ്ഞ് നമ്മൾ കുട്ടികളെ വിടുമായിരുന്നു. ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. അവരെയും കൂടി ഇരുത്തിക്കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പല കാര്യങ്ങൾ ഇപ്പൊ ഒരു 18 വയസ്സായ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരായിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യും. ഒരു 15 വയസ്സുള്ള കുട്ടികൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റാവുന്ന രീതിയിൽ വീട്ടിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലൊരു ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അതിലൊക്കെ ആ ഒരു വ്യവസ്ഥയിലൊക്കെ നമുക്കിപ്പോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയാറുണ്ട്, പിന്നെ കുട്ടികളെയൊക്കെ അടിക്കരുത്, അവരെ അടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ചിന്തിക്കേണ്ട വിഷയമാണ്. അടിച്ചില്ലെങ്കിലും അതെന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. പണ്ടും നമ്മളെയും കുട്ടികളെയൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ട്. അടിച്ചൊക്കെ തന്നെയാണ് എന്റെയൊക്കെ തലമുറയൊക്കെ നമ്മളൊക്കെ ഇങ്ങോട്ടൊക്കെ വളർന്നിട്ട് നമുക്ക് ആരോടും വൈരാഗ്യമോ ഒന്നുമല്ല. പക്ഷെ ഇപ്പൊ അതിന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മാറ്റങ്ങൾ വരാനുള്ള കാര്യം എല്ലാവർക്കും ആ ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികളല്ല. ഞാൻ പറഞ്ഞല്ലോ ചില കുട്ടികൾ അവരങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ട് വരും. അല്ലാണ്ട് ഒരിക്കലും നമുക്കൊരു കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവൻ അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും പറയാനും പാടില്ല. നമ്മൾ കുട്ടികളെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തുക തന്നെ വേണം. പിന്നെ നമുക്ക് വേറെ ഇത് പറയാനായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഒരു ആക്ട് ഉണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതായത് 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കണമെന്നും കൊണ്ട് പാർലമെന്റ് പാസ്സാക്കിയ ഒരു 2009 ആക്ട് പാസ്സാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് 14 വയസ്സ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം, അത് നമ്മളുടെ മൗലിക അവകാശമാണ്. അതും ഇപ്പോഴും പൂർണ്ണമായിട്ട് നടപ്പാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാവുമായിരിക്കാം. മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇല്ല. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമ്പിൾ, കുംഭമേള നടന്നു. കുംഭമേള നടന്നപ്പോൾ നമ്മൾ കണ്ടുവല്ലോ, ഇപ്പൊ വൈറലായ ഒരു കുട്ടി, എന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഇപ്പൊ മൊണാലിസ എന്നൊക്കെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. എന്റെ പേര് വേറെ എന്തൊക്കെയാ. അപ്പൊ ആ കുട്ടിക്ക് 16-17 വയസ്സേ ഉള്ളൂ. പക്ഷെ ആ കുട്ടി സ്കൂളിൽ പോയിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും മൗലികാവകാശം എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞ ആ സംഭവം അവിടെ നടന്നിട്ടില്ല. ഒരുപക്ഷെ കേരളത്തിൽ അത് ഒരു ഏകദേശം പൂർണ്ണമാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പൊ ആ ഒരു വിഷയം അതങ്ങനെ നിൽക്കട്ടെ, അതങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ബാലവേല, കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുറെ കുട്ടികൾ 10 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് ഒരു 25 വയസ്സ് ഉള്ളവൻ ചെയ്യണം ജോലി എടുപ്പിക്കുക. എന്നിട്ട് അവന് 10 വയസ്സ്, നിനക്ക് 10 വയസ്സല്ലേ ഉള്ളൂ എന്ന് കൊണ്ട് നിശ്ചിത തുക കൊടുക്കുക. അതൊക്കെയാണ് ബാലവേലയായിട്ട് വരുന്നത്. അതല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ സ്കൂളുകളിലെ ഈ 10 വയസ്സുള്ള കുട്ടീനെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവനെ കൊണ്ട് ഗാർഡനിങ് ചെയ്യിക്കാം, സ്കൂളില് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള പിന്നെ NCC അല്ലെങ്കിൽ സ്കൗട്ട് അങ്ങനെയുള്ള ആ ആക്ടിവിറ്റീസിലൊക്കെ, റെഡ് ക്രോസ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അവർ പങ്കെടുക്കുകയും അപ്പൊ അവർ ചെയ്യുന്ന കുറെ വർക്കുകൾ ഉണ്ട് അവിടെ.
അതൊക്കെ ഒരു സൊസൈറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ആ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി അവരവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ബാലവേലയല്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പിന്നെ നീതി നമുക്ക് അവിടെ ഉറപ്പാക്കാനായിട്ട് നമുക്ക് സാധിക്കും, കുട്ടികളുടെ കേസിൽ പറയുവാണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ നമുക്കറിയാം ഈ 2014 നമുക്ക് ആരാണ് സത്യാർത്ഥി നൊബേൽ പ്രൈസ് കിട്ടിയ ആളാണ് കൈലാസ് സത്യാർത്ഥി. അദ്ദേഹം പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. അദ്ദേഹം ഈ ബാലവേലയെ പറ്റിയുള്ള ആ ഒരു ആധികാരികമായ പഠനം നടത്തിയ കൂടിയാണ് അദ്ദേഹത്തിന് അന്ന് 2014 നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ നമ്മള് ഈ എന്തുകൊണ്ടാണ് കുട്ടികൾ ആ ഫീൽഡിലേക്ക് വരുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ആ ബുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് കുട്ടികൾ പിന്നെ ഇതിലേക്ക് വരുന്നത്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, എന്താ പറയാ, നിരക്ഷരത, ഇതൊക്കെ കൊണ്ടാണ് കുട്ടികൾ സ്വാഭാവികമായിട്ടും ഈ ബാലവേലയിലോട്ടൊക്കെ വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് സാമൂഹ്യ നീതിയാണ് അവർക്ക് ഉറപ്പാക്കാൻ കഴിയുക? അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിന്റെ ഈ പറഞ്ഞ മാതിരി തന്നെ ഇതിന്റെ കുറെ ദൂഷ്യവശങ്ങളും ഉണ്ട്. കുട്ടികളിൽ നമ്മള് പല രീതിയിലും അവരുടെ വ്യവസ്ഥിതിയെ വേർതിരിച്ച് കാണുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ ഒരു ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പൊ അവിടെയും ഒരു സാമൂഹ്യ നീതി ലംഘിക്കപ്പെടുന്നുണ്ട്. ചില പണ്ടൊക്കെ, ഇപ്പൊ അങ്ങനെയില്ല, പണ്ടൊക്കെ ഒരു വേർതിരിവ്, അത് പഠിക്കണ കുട്ടി അവൻ പഠിക്കണ കുട്ടിയാണ്, അല്ലെങ്കിൽ ഇവനൊന്നും പഠിക്കില്ല, ഇവൻ കാരണം സ്കൂളിന്റെ റിസൾട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ട്. പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പഠിക്കാൻ അങ്ങനെ വേണ്ട, പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കട്ടെ, അല്ലെങ്കിൽ നീ ആ ഒരു രീതി പണ്ടുണ്ടായിരുന്നു. അവിടെയും ഈ പറഞ്ഞ ഈ ഒരു നീതി ലംഘിക്കപ്പെടുകയാണ്. കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഈ ഒരു നീതി നമുക്ക് അവിടെയും ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എനിക്ക് എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കണം കേട്ടോ. എനിക്ക് തന്നിരിക്കുന്ന സമയം എത്രയാണെന്ന് എനിക്ക് അറിയില്ല, അത് ഒന്ന് എന്നോട് ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. ഞാൻ കയറി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. പറഞ്ഞോളൂ. സർ, 20 minutes ആണ് നമ്മൾ ഒരു റിസോഴ്സ് പേഴ്സണിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഒരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറും. അപ്പൊ 20 മിനിറ്റ് ആയോ മാഡം? ആയെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല സർ, ആവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഓപ്പൺ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ നമ്മള് കുട്ടികളിലെ ഒരു മൊബൈൽ ഫോണിന്റെ ഒരു മിസ്യൂസിങ് നടക്കുന്നുണ്ട്. അതോടനുബന്ധിച്ചാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. മയക്കുമരുന്നിന്റെ ഉപയോഗം നടക്കുന്നുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല ആളുകളും പുറത്ത് നിന്നിട്ട് കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് അവരെ ഏജന്റുമാരാക്കി ഇതിന്റെ ഒരു മയക്കുമരുന്ന് മാഫിയ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായിട്ടുണ്ട്. ഭയങ്കര ദൂഷ്യഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് അത് എന്താ പറയാ വെച്ചാൽ ഞങ്ങളൊക്കെ പല 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 കേസുകളിലും പല സ്ഥലങ്ങളിലും ഇപ്പൊ നൈബറിംഗ് സ്കൂളിലായാലും ഇപ്പൊ നമ്മുടെ സ്കൂളിലായാലും ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇത്ര രൂക്ഷമല്ലെങ്കിൽ കൂടിയും അതിന്റെ ഒരു പൊടിപ്പും തൊങ്ങലൊക്കെ ഈ പറഞ്ഞമാരെ ഞങ്ങളുടെ സ്കൂളുകളിലും ഉണ്ട്. കുട്ടികളിലുള്ള ആ ഒരു ശീലങ്ങൾ അവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്നു? അത് നമുക്ക് തടയാനായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. എന്നിട്ടും ഇത് സംഭവം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം വളരെ ഭയാനകമായ ഒരു കാര്യമാണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? ഞങ്ങൾ അവിടെ ചെയ്യുന്നത്, നമുക്കൊരു കുട്ടി നമ്മളുടെ കയ്യിൽ നിന്ന്, നമ്മളുടെ ആ ഒരു കസ്റ്റഡിയിൽ നിന്ന് നമ്മുടെ കൈവിട്ട് പോകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനെ അങ്ങനെ എന്തെങ്കിലും ടെൻഡൻസി കാണിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവനെ ചേർത്ത് നിർത്തി ഞങ്ങൾ അവനെ വേറെ ഡൈവേർട്ട് ചെയ്ത് വിടും. ഞാനിപ്പോ പറയുന്നത് എന്റെ സ്കൂളിലെ കാര്യമാണ്, ഇത് പല സ്കൂളിൽ നടക്കുന്ന ഇത് തന്നെയാണ്. അവനെ പിടിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും ഉടനെ നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു 1 month നീ ലീഡറാ, ക്ലാസ് ലീഡർ നീയാണ്. അല്ലെങ്കിൽ അവനപ്പത്തിന് നമ്മൾ ഫുട്ബോൾ കോച്ചിങ് അവന് താല്പര്യം ഉണ്ടെങ്കിൽ, അവന് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാലും അവനെ നമ്മൾ വൈകിട്ട് കുറെ സമയം അവിടെ നിന്ന്
ഫുട്ബോൾ കോച്ചിങ്ങോ അല്ലെങ്കിൽ അവന്റെ മനസ്സ് മാറുന്ന രീതിയിലേക്ക് എന്തിലെങ്കിലേക്കും അവന് കലാകായികമായിട്ട് എന്തെങ്കിലും ആയിട്ടും അവന് എന്തെങ്കിലും ഒരു കഴിവ് ആ കുട്ടിക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലേക്ക് നമുക്ക് വിടും. അവന് നമ്മളിപ്പോ ഞങ്ങളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ കോച്ചിങ് ക്യാമ്പൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള കുട്ടികളെ കോച്ചിങ് ക്യാമ്പിലേക്ക് കൊണ്ടുവരും. കോച്ചിങ് ക്യാമ്പില് രാവിലെ 6 മണിക്ക് ഫുട്ബോൾ കോച്ചിങ് ഉണ്ട്. അപ്പൊ അവരൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും അവൻ മാൽ പ്രാക്ടീസ് കാണിച്ചു കഴിഞ്ഞാൽ അവനെ പുറത്താക്കുമെന്ന് നമ്മൾ പറയും. പക്ഷെ അപ്പൊ ആ ഒരു പേടി കൊണ്ട് മിക്കവാറും കുറെ കുട്ടികളൊക്കെ അതിൽ നിന്നൊക്കെ മാറിപ്പോന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവരൊക്കെ എന്താവും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു നൈസർഗികമായിട്ടുള്ള കഴിവുകൾ നഷ്ടപ്പെടും. അവർ ഈ മയക്കുമരുന്നിന്റെയും ഇതിന്റെയൊക്കെ പുറകെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നഷ്ടപ്പെടും. പിന്നെന്താ പറയാ, അവരുടെ ഈ ടീനേജ് എന്ന് പറഞ്ഞാൽ അവർ വളർച്ചയുള്ള ഒരു പ്രായമാണ്. ഒറ്റപ്പെട്ട് അവന് ഫ്രണ്ട്സ് ഉണ്ടാവില്ല. പിന്നെ ലാസ്റ്റ് അവന് എന്താ പറയാ, ലോങ്നെസ് അവന് താങ്ങാൻ പറ്റാതെ അവൻ എന്തെങ്കിലും മറ്റു മാർഗങ്ങളിലേക്ക് തേടും. അത് പല രീതിയിലാകാം. അവൻ ആ രീതിയിലേക്ക് അവൻ കൈവിട്ട് പോണ രീതിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് കുട്ടികളെ നമുക്ക് തിരിച്ച് നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് നമ്മളുടെ ഒപ്പം നിർത്തി നമ്മൾ അവരെ മുന്നോട്ട് നയിച്ചാൽ മാത്രമാണ് ഇന്നത്തെ ജനറേഷൻ ആ രീതിയിലേക്ക് നമുക്ക് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. അപ്പം ഇപ്പൊ സാറ് പറഞ്ഞത് റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ബാലവേല ചെയ്യുന്നതാണ് തെറ്റ്. അപ്പൊ അതിന് പകരം NCCയിലോട്ടോ സ്കൗട്ടിലോട്ടോ പോലീസ് കാഡറ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ ഉപയോഗിച്ച് കുട്ടികളെ അതിലേക്ക് വിടുകയും പിന്നെ മൊബൈൽ മിസ്യൂസിനെ കുറിച്ചിട്ടും ഡ്രഗ് മിസ്യൂസിനെ കുറിച്ചിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു മോശം സ്വഭാവം കാണിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവർക്ക് എന്ത് കഴിവാണോ ഉള്ളത് അതിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. അതുപോലെ തന്നെ നോബൽ പ്രൈസ് വിന്നറായ കാളിദാസ് സത്യാർത്ഥിയെ കുറിച്ചും സാറ് നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി. താങ്ക് യു സാർ. അങ്ങയുടെ വിലപ്പെട്ട സമയം ചെലവാക്കിയതിനും അറിവ് പങ്കുവെച്ചു തന്നതിനും താങ്ക് യു. അടുത്തതായി ഞാൻ അഞ്ജലി മാമിനെ ക്ഷണിക്കുകയാണ്. റോൾ ഓഫ് ഹെൽപ്പ് ലൈൻസ് ആൻഡ് കൗൺസിലിംഗ് സർവീസ് ഇൻ ചൈൽഡ്സ് ഡിസിഷൻ മേക്കിംഗ്. ഹെൽപ്പ് ലൈനുകളുടെയും കൗൺസിലിംഗ് സേവനങ്ങളുടെയും സ്വാധീനം കുട്ടികൾ തീരുമാനമെടുക്കുന്നതിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഞാൻ അഞ്ജലി മാമിനെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ് മാം. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് അഞ്ജലി. ഞാൻ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ആലപ്പുഴയിലെ സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇങ്ങനെ ഒരു പാനൽ ഡിസ്കഷനിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷനോടുള്ള നന്ദി ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ സുധീർ സാർ നമ്മളോട് കുറെ റെലവെന്റ് ആയിട്ട് ഇപ്പം നമ്മുടെ ടോപ്പിക്കിന് റെലവെന്റ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് അറിയാം. ആർ വി ലിസണിങ് ടു ചിൽഡ്രൻ ഇനഫ്? അപ്പം നമുക്ക് ഈ കാലഘട്ടത്തിൽ കൂടുതലും കുറ്റവാളികൾ അല്ലെങ്കിൽ കുട്ടികള് അബ്യൂസുകൾ കൂടുതലായിട്ട് കുട്ടികള് ചൈൽഡ് അബ്യൂസ് നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പൊ ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ എന്നുള്ള രീതിയിലാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് ഡൗട്ട്സ് ചോദിക്കുക, അല്ലാണ്ട് ഞാൻ ക്ലാസ് എടുത്ത് കാര്യമില്ല. ഇതൊരു പാനൽ ഡിസ്കഷൻ ആണ്. ഇപ്പൊ നമുക്ക് കുട്ടി എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അഡൾട്ട് ആണ് നമ്മൾ കരുതുന്നത്. അപ്പൊ കുട്ടി എന്ന് വെച്ചാൽ ആരാണ്? ഏത് ഏജ് കാറ്റഗറി പെട്ട ആളുകളെയാണ് നമ്മൾ കുട്ടി എന്ന് പറയുന്നത്? ആർക്കെങ്കിലും പറയാവോ? കുട്ടികൾ എന്ന് വെച്ചാൽ എത്ര തൊട്ട് എത്ര ഏജ് വരെയുള്ള ആളുകളെയാണ് കുട്ടികൾ എന്ന് പറയുന്നത്? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവോ? 14 വയസ്സിന് താഴെയുള്ളവരെയാണോ? 0 to 18 years. എന്താണ്? 18 years താഴെ. ഓക്കെ, ഇപ്പം നമുക്ക് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും നമുക്ക് കുട്ടി എന്ന് പറയാം. ഇപ്പൊ നമ്മള് മോഹൻലാലിന്റെ ഒക്കെ സിനിമയിൽ കേട്ടിട്ടുണ്ട്. മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഇല്ലേ, കാരണം നീ കുട്ടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കുട്ടികൾ എന്ന് വെച്ചാല് അവർ കൂടുതലും ഇമോഷൻസ് വഴിയാണ് അവരുടെ കാര്യങ്ങൾ പ്രകടിപ്പിക്കാറ്. പക്ഷെ അഡൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോജിക് വൈസ് ആണ് നമ്മൾ കൂടുതലും നമ്മുടെ കാര്യങ്ങൾ പ്രകടിപ്പിക്കാറ്. ഇപ്പൊ 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും നമുക്ക് കുട്ടി എന്ന് പറയാം. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് മെച്യൂരിറ്റി വന്നിട്ടില്ല, സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു തീരുമാനമൊന്നും കുട്ടിക്ക് ആയിട്ടില്ല. ഞാൻ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 4 വർഷമായി.
ഇപ്പം ആലപ്പുഴയിലേക്ക് മാറിയിട്ട് 2 വർഷമായി. ഞാൻ ആദ്യമേ എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ഹിസ്റ്ററി ഒന്നും അത്രയും ഇതായിട്ട് പറയേണ്ട കാര്യമില്ല. ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ടോൾ ഫ്രീ നമ്പർ അറിയോ എത്രയാണെന്ന് ആർക്കെങ്കിലും? ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ നമ്പർ ഏതാണ് അറിയോ? 1098. നമ്മൾ 1098 എന്നാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്. കാരണം കുട്ടികൾക്കാണെങ്കിലും പറയാൻ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പമായിട്ട് 1098 1098. ഇപ്പം കുട്ടികൾക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാണെന്ന് കരുതി നമ്മൾ അങ്ങനെയാണ് എല്ലാവരോടും നമ്മൾ ഷെയർ ചെയ്യാറ് 1098 എന്നുള്ള രീതിക്കാണ്. അപ്പം ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 24/7 പ്രവർത്തിക്കുന്ന ഒരു എമർജൻസി ടോൾ ഫ്രീ സർവീസ് ആണ്. അത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. ഇപ്പം കേരളത്തിലും ഇന്ത്യയിൽ ഒട്ടാകെ ഇപ്പം ഓരോ സ്റ്റേറ്റുകളാണ് അത് സൂപ്പർവൈസ് ചെയ്യുന്നത്. സ്റ്റേറ്റിന്റെ കീഴിൽ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകളുടെ കീഴിലാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ വരുന്നത്. അപ്പം ഞങ്ങളുടെ വർക്കിംഗ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കൺട്രോൾ റൂം ഉണ്ട്. അത് ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ 1098 എന്നുള്ള ടോൾ ഫ്രീ നമ്പറിൽ ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. എന്തിനാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്? കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അബ്യൂസ്, കുട്ടികൾക്കെതിരായിട്ടുള്ള അബ്യൂസുകൾ റിപ്പോർട്ട് ചെയ്യാൻ. അതിപ്പോ കുട്ടിക്ക് തന്നെ ആണോന്നില്ല. ഇപ്പം നമുക്ക് ആർക്കെങ്കിലും ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാരന്റ്സിനാകാം, ടീച്ചേഴ്സിനാകാം. കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു അബ്യൂസ് നമ്മൾ കാണുവാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും 1098 റിപ്പോർട്ട് ചെയ്യാം. 1098 റിപ്പോർട്ട് ചെയ്താൽ ഇപ്പൊ നമ്മൾ 1098 ഡയൽ ചെയ്യുവാണെങ്കിൽ അതിന്റെ കോള് എത്തുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് അതിന്റെ കോൾ സെന്റേഴ്സ് ഉണ്ട്. അപ്പം അവര് കോൾ സെന്റേഴ്സിലെ സ്റ്റാഫ് കോൾ എടുക്കുകയും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യും. ഏത് ജില്ലയിൽ നിന്നാണോ, ഇപ്പം ആലപ്പുഴയിൽ നിന്നാണ് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നാണ് ഒരു അബ്യൂസ് ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അവർ ആ ഡീറ്റെയിൽസ് ആദ്യമേ കളക്ട് ചെയ്തതിന് ശേഷം അതത് ജില്ലകളിലെ ഓഫീസുകളിലേക്ക് ആ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. അതിനുശേഷം അവിടെ ഇപ്പം ഞങ്ങൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ അവിടെ ഏത് സ്റ്റാഫാണോ ഉള്ളത് അവര് കോളറിനെ കോൺടാക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇതിനകത്ത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തിട്ടാണ്. കോളറിന്റെ ഡീറ്റെയിൽസ് ഒരിക്കലും നമ്മൾ പുറത്തു വിടില്ല, റിവീൽ ചെയ്യില്ല. കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്ത് നമ്മൾ കോളറിനെ വിളിക്കും, കോളറിനോട് കുട്ടിയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഏതൊക്കെ ടൈപ്പ്, ഇപ്പൊ കുട്ടികളെ ഏതൊക്കെ അബ്യൂസുകളാണ് നേരിടുന്നത് ആർക്കെങ്കിലും പറയാവോ? ഇപ്പൊ നമ്മളത് കാറ്റഗറൈസ് ചെയ്താൽ ഏതൊക്കെ അബ്യൂസുകളായിട്ട് പറയാൻ പറ്റും? പറയാവോ? സെക്ഷൽ അബ്യൂസ് ഉണ്ട്. സെക്ഷൽ അബ്യൂസ് ഉണ്ട്, ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്, ഇമോഷണൽ അബ്യൂസ് ഉണ്ട്, നെഗ്ലക്ട് ഉണ്ട്. ഇപ്പൊ ഇപ്പം സുധീർ സാറ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ ലോസ് പറഞ്ഞു. ഇപ്പം ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടില് നമുക്ക് കുട്ടികൾ ചൈൽഡ് അബ്യൂസ് ഏതൊക്കെ കാറ്റഗറിയിലാണ് എന്നുള്ളത് അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കേസുകൾ ഹാൻഡിൽ ചെയ്യുമ്പം ഞങ്ങൾക്ക് നമ്മൾ ഓരോ കേസുകളെയും കാറ്റഗറൈസ് ചെയ്യും. ഇപ്പൊ ഒന്നാമത്തെ ഫിസിക്കൽ അബ്യൂസ്. ഇപ്പം റീസെന്റ് ആയിട്ട് ഇപ്പം നമുക്കറിയാം റാഗിങ് പോലുള്ള കാര്യങ്ങൾ നമ്മളിപ്പം സോഷ്യൽ മീഡിയാസിലൂടെ കാണുന്നുണ്ട് കൂടുതലായിട്ട്. ഇപ്പം ട്രിവാൻഡ്രത്ത് നടന്ന ഒരു ഇൻസിഡന്റ് അല്ലെ. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കും ഒരു കോൾ ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ. പക്ഷെ അത് സോഷ്യൽ മീഡിയയിലൊന്നും ആയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു കോൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു റാഗിങ് നടന്നു എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യമേ കോളറിനോട് ഡീറ്റെയിൽസ് ചോദിച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ കുട്ടീനെ കോൺടാക്ട് ചെയ്യും. കുട്ടീനെ കോൺടാക്ട് ചെയ്തിട്ട് കുട്ടിക്ക് ആദ്യമേ ഒരു മെഡിക്കൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ഇപ്പം കുട്ടീനെ ക്ലാസ്മേറ്റ്സ് റാഗ് ചെയ്തു എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം നമ്മൾ ആദ്യമേ കുട്ടിയോടും പാരന്റ്സിനോടും സംസാരിച്ചതിന് ശേഷം കുട്ടീനെ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറയും. അപ്പം നമ്മൾ അതിൽ പറയുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ തന്നെ ചെല്ലണം എന്ന് പറയാറുണ്ട്. കാരണം ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന് മനസ്സിലാവും ഇത് ഏത് തരത്തിലുള്ള മുറിവുകളാണ് ഉണ്ടാകുന്നതെന്ന്. മാത്രമല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക്, അവരുടെ കൺസേൺഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അവർ ഇന്റിമേറ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറയുന്നത്. അപ്പൊ ആദ്യമേ മെഡിക്കൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ അബ്യൂസ് കേസുകളിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനുശേഷം പോലീസ് വന്ന് കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും, FIR ഇടും, അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ കുട്ടിക്ക് ആവശ്യമുള്ള കൗൺസിലിംഗ് ആണെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ കുട്ടീനെ ഒന്ന് വടിവെച്ച് അടിക്കുന്നത് തെറ്റാണോ?
ഇപ്പം കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ ഒരു വടിവെച്ച് അടിക്കുന്നത് കൊണ്ട് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വടിവെച്ച് അടിക്കുക തന്നെ വേണം. പക്ഷെ അതല്ല, കുട്ടീനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയാസിലും ഒക്കെ നമ്മളിപ്പോ കാണാറുണ്ട്. ഇപ്പം സ്റ്റെപ്പ് ഫാദർ ആണെങ്കിലും സ്റ്റെപ്പ് മദർ ആണെങ്കിലും കുട്ടീനെ ബ്രൂട്ടലി ഉപദ്രവിക്കുക, ഇപ്പം മാരകമായിട്ടുള്ള എന്തെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ച് അടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഫിസിക്കൽ അബ്യൂസ് കാറ്റഗറി പെട്ടതാണ്. അല്ലാണ്ട് നമുക്കിപ്പം കേസുകൾ വരാറുണ്ട്, അമ്മ എന്നെ തല്ലി, ചെറിയ കാര്യത്തിന് അമ്മ എന്നെ തല്ലി എന്ന് പറഞ്ഞ് കുട്ടികൾ വിളിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കുട്ടിയുടെ പാരന്റ്സ് ആയിട്ട് കണക്ട് ചെയ്ത് ഒന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അവരുടെ വീട്ടിൽ ചെന്ന് കുട്ടിയോടും പാരന്റ്സിനോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും, പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിങ്ങും ഗൈഡൻസും കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അല്ലാത്ത സീരിയസ് ആയിട്ടുള്ള ഫിസിക്കൽ അബ്യൂസ് കേസുകൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഇമോഷണൽ അബ്യൂസ് ആണ്. ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുമ്പം ഇപ്പം കുട്ടീനെ മോശമായിട്ട് ആരെങ്കിലും ചിത്രീകരിക്കുക, ഡീഫമേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, കുട്ടിയുടെ പേര് അപകീർത്തിപ്പെടുത്തുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുക. കുട്ടീനെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേസുകൾ വരാറുണ്ട്. അപ്പൊ നമ്മളത് ഒന്നെങ്കിൽ ഞങ്ങളുടെ ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് CWC ആണ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. അപ്പം കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള കുട്ടികളുടെ ഹയർ അതോറിറ്റി CWC ആണ്. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് CWCയിലാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് CWC ഇപ്പം ഒരു നെയ്ബർ കുട്ടീനെ ചീത്ത വിളിച്ചു, ഒന്നെങ്കിൽ എന്തെങ്കിലും അവരുടെ അതിർത്തി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ കൊണ്ടാകാം, ചീത്ത വിളിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആ നെയ്ബറിനോട് സംസാരിക്കും. നമ്മൾ വാർഡ് മെമ്പേഴ്സിനോടും ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടൊക്കെ സംസാരിച്ച് നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് CWCക്ക് റിപ്പോർട്ട് അയക്കും. എന്നിട്ട് CWC ആണ് ഒരു കേസിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കേസുകൾ ഡീൽ ചെയ്യുന്നത്. അപ്പം ഫിസിക്കൽ അബ്യൂസ് പറഞ്ഞു, ഇമോഷണൽ അബ്യൂസ് പറഞ്ഞു, പിന്നെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അബ്യൂസ് നമുക്കറിയാം സെക്ഷൽ അബ്യൂസ് ആണ്. അപ്പം സെക്ഷൽ അബ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസം പാലപ്പുഴ ഒരു ചെറിയ ജില്ലയാണെങ്കിൽ പോലും 3-4 കേസുകളാണ് ഒരു ദിവസം പോക്സോ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും പേരൻസ് രണ്ടുപേരും വർക്കിംഗ് ആയിട്ടുള്ള പേരൻസ് ആയിരിക്കും. അപ്പോ കൂടുതലായിട്ടും കുട്ടികളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഓക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ കേട്ടിരിക്കാൻ നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. കുട്ടിയും ചിലപ്പോൾ പാരന്റ്സും ഒരേ ടൈമിലായിരിക്കും ജോലി കഴിഞ്ഞ് സ്കൂളിൽ നിന്നും വരുന്നത്. അത് കഴിഞ്ഞ് പാരന്റ്സിന് വീട്ടിലെ ജോലികൾ ഉണ്ടാവും, കുട്ടികൾ പഠിക്കുമായിരിക്കും. അപ്പം ഡെയിലി എന്തൊക്കെ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ സ്കൂളിൽ നടന്നു എന്നുള്ളത് ചോദിക്കാൻ ചിലപ്പോൾ പാരന്റ്സിന് കഴിയാത്തതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഓരോരോ അവയർനെസ് ക്ലാസ്സിന് പോകുമ്പോൾ ആയിരിക്കും കുട്ടി റിവീൽ ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ഒരു അബ്യൂസ് ഉണ്ടായി, എനിക്ക് ഇങ്ങനെ ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായി. കാരണം കുട്ടിക്ക് അത് ട്രസ്റ്റ്, ഇപ്പം നമ്മൾ കുഞ്ഞിലെ തൊട്ടേ ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണ് എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കുട്ടിക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു 4 ഇൻഡിവിജ്വൽസ് എങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം എത്രയൊക്കെ സൊസൈറ്റിയിൽ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയാലും കേൾക്കാൻ ഒരാളെ കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. അല്ലാണ്ട് സോഷ്യൽ മീഡിയാസിൽ കുറെ റീൽസ് കണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ കുട്ടി എന്ന് പറയുന്ന ഒട്ടും മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാത്ത ഒരു കാലഘട്ടമാണ് കുട്ടികളുടെ കാലഘട്ടം എന്ന് വെച്ചാൽ. അപ്പം കുട്ടികൾ കൂടുതലും ഇപ്പം നമ്മൾ ഡെയിലി കണ്ടുവരുന്ന സോഷ്യൽ മീഡിയാസിൽ കണ്ടുവരുന്നതാണെങ്കിലും കൂടുതലായിട്ടും കുട്ടീനെ അബ്യൂസ് ചെയ്യുന്നത് കുട്ടിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒന്നെങ്കിൽ കുട്ടിയുടെ സ്റ്റെപ്പ് പാരന്റ്സ്, അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നെയ്ബേഴ്സ്, അല്ലെങ്കിൽ കുട്ടിയുടെ പാരന്റ്സ് തന്നെ അബ്യൂസ് ചെയ്യുന്ന കുറെ കേസുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം കുട്ടിയുടെ റിലേറ്റീവോ ഫാമിലി മെമ്പേഴ്സോ ആണെങ്കിൽ തന്നെ കുട്ടിക്ക് ഒരു അബ്യൂസ് നേരിട്ടാൽ തന്നെ അത് കുട്ടിക്ക് പാരന്റ്സിനോട് പറയാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പേടി ഉണ്ടാവും. പാരന്റ്സ് എന്നെ മോശമായിട്ട് ചിത്രീകരിക്കുവോ, അതോ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടാണോ ആ വ്യക്തി എന്നോട് മോശമായിട്ട് അങ്ങനെ പെരുമാറിയത്, എന്റെ പാരന്റ്സിന് അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണത്, അപ്പൊ അത് ഏത് രീതിയിലാകും ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ കുട്ടി ചിന്തിക്കും. അപ്പം അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് കുട്ടിക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്കത് സാധിക്കുന്നില്ല. മാത്രമല്ല കുട്ടികളിപ്പം ഇപ്പൊ സാറ് പറഞ്ഞ പോലെ
ഫോൺ അഡിക്ഷൻ, സ്ക്രീൻ അഡിക്ഷൻ, ഇതൊക്കെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഠിത്തത്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഫോണിനും ഒക്കെയാണ്. പക്ഷെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളല്ല കുട്ടികൾ ഫോണിൽ കൂടെ കാണുന്നത്. ഇപ്പൊ എത്ര കുട്ടികൾക്ക് അറിയാം 1098 എന്നുള്ളത് ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്നുള്ളൊരു സംവിധാനം കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 1098 എന്നുള്ളൊരു ടോൾ ഫ്രീ നമ്പർ ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെതെന്ന് എത്ര കുട്ടികൾക്ക് അറിയാം? ഞങ്ങളിപ്പോ അവയർനെസ് ക്ലാസ്സിനാണെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ ചോദിക്കാറുണ്ട് കുട്ടികളോട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്താണ്. കുട്ടികൾ മിണ്ടാണ്ടിരിക്കും. അപ്പം ആവശ്യമുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് അറിയില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ളൊരു പ്രശ്നം ഈ കാലഘട്ടത്തിലുണ്ട്. മാത്രമല്ല പിന്നെ വേറൊരു ഇഷ്യൂ ഉള്ളത് ബിഹേവിയറൽ ഇഷ്യൂസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ബ്രോക്കൺ ഫാമിലീസ്, കൂടുതലും പേരൻസ് ആയിട്ട് ഇഷ്യൂസ് ഉള്ള ഫാമിലീസിൽ നിന്ന് ആയിരിക്കും കുട്ടികൾ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത്. ഇപ്പം എന്ത് ഒരു അബ്യൂസ് ഉണ്ടായാൽ തന്നെ, അല്ലെങ്കിൽ കുട്ടി ഒരു ബിഹേവിയറൽ ഇഷ്യൂ കാണിച്ചാൽ തന്നെ അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്ന അവരുടെ ഫാമിലി തന്നെ ആയിരിക്കും. പക്ഷെ അതാരും കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. ഇപ്പൊ ഒരു ബിഹേവിയറൽ ഇഷ്യൂ ഉള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ADHD, OCD ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉള്ള ഒരു കുട്ടീനെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നാൽ നമ്മൾ ഉടനെ ഞങ്ങൾ പറയും നമുക്ക് സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യാം. അപ്പൊ ആദ്യമേ നമ്മളൊരു ഇന്റർവെൻഷൻ നടത്തി കഴിഞ്ഞിട്ട് സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സ്റ്റിഗ്മറ്റൈസേഷൻ ഉണ്ട്. സൊസൈറ്റി ഒരു സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്താൽ എന്റെ കുട്ടിക്ക് എന്തോ മാനസിക രോഗം ഉള്ളതുപോലെ ആളുകൾ കാണുമോ എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. ഇപ്പം സൊസൈറ്റി എത്ര വളർന്നാലും മനുഷ്യർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ കൂടുതലും ഞങ്ങളുടെ ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ട് കുട്ടികൾ വരുമ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ, ഫോൺ അഡിക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ കുട്ടീനേക്കാൾ ഉപരി പാരന്റ്സിനെയാണ് ഞങ്ങൾ കൗൺസിൽ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഇപ്പം ഫിസിക്കൽ ഹെൽത്ത്, നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഉടനെ ഡോക്ടറിനെ കാണിക്കും. പക്ഷെ നമ്മൾ മെന്റൽ ഹെൽത്തിന് അതുപോലെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പം കുഞ്ഞിലേ തൊട്ടേ കുട്ടികൾ വളർന്നു വരുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ബിഹേവിയറൽ ഇഷ്യൂ, അല്ലെങ്കിൽ ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ചിലപ്പോൾ അത് വീട്ടില് ഒരു അച്ഛനും അമ്മയും അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം സ്കൂളിൽ വന്നിട്ട് ഒരു കുട്ടീനെ ഉപദ്രവിക്കുന്നത്. അപ്പൊ ഉപദ്രവിക്കുന്നത് കാണുമ്പം ആളുകൾ എന്നെ ശ്രദ്ധിക്കുമല്ലോ എന്നുള്ളൊരു തോന്നല് കുട്ടിക്ക് ഉണ്ടാവും. അപ്പൊ നമ്മള് ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വരുന്ന കുട്ടികളെ നമ്മൾ കൂടുതലും സൈക്കോളജിസ്റ്റിന്റെ സേവനങ്ങൾ ലഭ്യമാക്കാറാണ് നമ്മൾ പതിവ്. കാരണം ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ കീഴിൽ ORC എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഉണ്ട്, അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ. അപ്പൊ അതിന്റെ കീഴിൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ സൈക്കോളജിസ്റ്റ് ആണ് കൂടുതൽ റെഫർ ചെയ്യുന്നത്. പിന്നെ പോക്സോ റിലേറ്റഡ് ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ഏതൊരു അഡൾട്ടിനും ഒരു കുട്ടി ഒരു സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനുള്ള അധികാരമുണ്ട്. പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്, പോക്സോ സെക്ഷൻ 19 പ്രകാരം ഏതൊരു അഡൾട്ടിനും അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത് അറിയിച്ചില്ലെങ്കിൽ ഫെയിലിയർ ടു റിപ്പോർട്ട് ആണെങ്കിൽ 6 months വരെ ഉള്ള പണിഷ്മെന്റിന്റെ കാര്യങ്ങൾ പോക്സോ എന്ന് പറയുന്ന ആക്ടില് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമുക്കൊരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ, ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യമേ വിത്തിൻ 24 hours ഞങ്ങൾക്ക് ആ കുട്ടീനെ ചെന്ന് കാണണമെന്നുണ്ട്. കുട്ടീനെ ചെന്ന് കണ്ട് കുട്ടി നമ്മളോട് അങ്ങനെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഇപ്പൊ പോക്സോ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ആദ്യമേ അത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ഉണ്ട്, പോലീസിന്റെ അണ്ടറിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് ഒരു വിങ് ആണ് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇന്റിമേറ്റ് ചെയ്യും. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിൽ നിന്ന് ഏതാണോ കുട്ടിയുടെ പോലീസ് സ്റ്റേഷൻ, പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷനിലേക്ക് കാര്യം അറിയിക്കും. പോലീസ് വിത്തിൻ 24 hours കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. അതിനുശേഷം കുട്ടീനെ ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ സേവനം കുട്ടിക്ക് ഉറപ്പുവരുത്തും. മജിസ്ട്രേറ്റിന്റെ അടുത്ത് കുട്ടിയുടെ മൊഴി കൊടുക്കണം. അതിനുശേഷം FIR ഇടും. അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പോക്സോ കേസുകൾ ഞങ്ങൾക്ക് 24 hours കുട്ടീനെ കാണണം എന്നുള്ളതുണ്ട്. പിന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈനിന്റെ കീഴിൽ നമ്മൾ സ്പോൺസർഷിപ്പ് പോലുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ട്. മാത്രമല്ല അഡോപ്ഷൻ പോലുള്ള സേവനങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പൊ കുട്ടിയുടെ വീട്ടിൽ സേഫ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഇന്റർവെൻഷൻ ചെയ്തതിന് ശേഷം അത് CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ അറിയിക്കും. അതിനുശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാണ് കുട്ടീനെ ഏതെങ്കിലും ഒരു, ഇപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാറ്റേണ്ട, ഇപ്പം ഷെൽട്ടർ ചെയ്യേണ്ട കാര്യമുണ്ട്. വീട്ടിൽ കുട്ടി നിൽക്കുന്നത് സേഫ് അല്ല എന്ന, കുട്ടിയുടെ ചുറ്റുപാട് സേഫ് അല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ CWCയുടെ ഓർഡർ പ്രകാരം ഇപ്പം ഗവൺമെന്റിന്റേതായിട്ടുള്ള ഹോമുകളുണ്ട്, പിന്നെ JJ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓർഡർ പ്രകാരം മാത്രമേ നമുക്ക് കുട്ടീനെ അങ്ങോട്ടേക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ.
ഇതൊക്കെയാണ് ചൈൽഡ് ഹെൽപ്പ് ലൈനിന്റെ വർക്കിംഗ് എന്ന് വെച്ചപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു മാം. അപ്പോൾ മാം പറഞ്ഞത് ബിലോ 18 വരുന്ന പിള്ളേരെല്ലാവരും ചൈൽഡ് ഇത് കാറ്റഗറിയിൽ പെടും. പിന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാന്ന് പറഞ്ഞു തന്നു. പിന്നെ വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റിലാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ സെന്ററുകൾ വരുന്നതെന്ന് പറഞ്ഞു. കൺട്രോൾ റൂം ട്രിവാൻഡ്രത്താണെന്നും പിന്നെ ടൈപ്സ് ഓഫ് അബ്യൂസുകളും ഓരോ ടൈപ്പ് അബ്യൂസ് വരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതെന്നും എല്ലാമാണ് മാം പറഞ്ഞു തന്നത്. താങ്ക് യു മാം. മാമിന്റെ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയതിനും അറിവുകൾ പങ്കുവച്ചതിനും. അടുത്തതായി നിങ്ങൾ പ്രേക്ഷകരുടെ ഊഴമാണ്. നിങ്ങൾക്ക് പാനലിസ്റ്റുകളോട് ചോദ്യങ്ങൾ ചോദിക്കുകയോ നിങ്ങളുടെ സംശയ നിവാരണത്തിനുള്ള സമയമാണിത്. ആർക്കെങ്കിലും ഇപ്പൊ സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും പാനലിസ്റ്റുകളോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. 20 മിനിറ്റ് നിങ്ങൾക്കാണ് സമയം തന്നെ അലോട്ട് ചെയ്തേക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഒപ്പീനിയനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാം. ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ആ, കേൾക്കാം. നല്ലൊരു ക്ലാസ്സാണ്. നമ്മുടെ പരിധി വളരെ നന്നായിരുന്നു. നല്ലൊരു അവതരണം മാഡം നടത്തി. ആദ്യമായിട്ട് സുധീർ സാറും നല്ലൊരു കുറേ കാര്യങ്ങൾ പറഞ്ഞ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് തോന്നുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കുട്ടി വളരുമ്പോൾ സാമൂഹ്യ ബോധമുള്ള ഒരു മനുഷ്യനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിറവേറ്റപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് സുധീർ സാറ് സംസാരിച്ചു ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാരൻറ്റിങ് പുതിയ കാലത്ത് വല്ലാത്തൊരു സമസ്യയായി മാറുന്നൊരു കാലഘട്ടമാണ്. ന്യൂ ജനറേഷൻ പിള്ളേരെ തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സാങ്കേതിക വിദ്യയും ഇൻ്റർനെറ്റും മാധ്യമങ്ങളും ആകുമ്പോൾ പ്രശ്നം രൂക്ഷമാകുന്നുണ്ട്. അതിനെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതും കൂടി ഒന്ന് വിലയിരുത്തപ്പെടേണ്ടതാണ് പുതിയ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ അഞ്ജലി മാം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നല്ല ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി ഈ ഇതുമായി ബന്ധപ്പെട്ട്. അതിലെനിക്കൊരു തോന്നിയ സംശയം, ഈ ഹൈപ്പർ ആക്ടിവിറ്റി പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെക്കാൾ കൂടുതലാണെന്ന്, അത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളേക്കാൾ കൂടുതലാണെന്നുള്ള ചില പഠനങ്ങൾ പറയുന്നുണ്ട്. 3-4 ഇരട്ടി ഈ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലാണ് പറയുന്നത്. അത് വളർച്ചയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ പ്രശ്നമാണോ എന്ന് വിശദീകരിച്ചപ്പോഴാണ്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പ്രശ്നത്തെക്കുറിച്ച് ഇപ്പോഴും ശാസ്ത്രീയമായ പഠനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. കുറേ കൂടി ഇനി പുതിയ കാലഘട്ടത്തിൽ ഒരു പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുകയും ഒരു ശാസ്ത്രീയമായ പഠനങ്ങൾ വിധേയമാക്കേണ്ട ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ കുട്ടികളുടെ ഇടയിൽ ആത്മഹത്യാ പ്രവണത ഈ പുതിയ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. തൂങ്ങി മരണം, തീ കൊടുത്തൽ, ഫ്ലാറ്റിൽ നിന്നെടുത്ത് ചാടൽ, ഇത്തരം ഈ ആത്മഹത്യാ പ്രവണത ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഇതിൻ്റെ ഈ അത്തരം മാനസികാവസ്ഥ കുട്ടികളെത്തുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ആരെങ്കിലും തരാണ്ടെങ്കിൽ അത് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളിൽ തന്നെ കൂട്ടുകൂടുന്ന അവസ്ഥയെക്കുറിച്ച് പല രക്ഷകർത്താക്കളും പരാതി പറയുന്നുണ്ട്. ചില കുട്ടികൾക്ക് കൂട്ടുകാരില്ലാത്ത വിഷയം പറയുന്നുണ്ട്. അത് അമിതമായ കൂട്ടുകാർ ഉണ്ടാകുന്ന ചില അപകടങ്ങളും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദീകരിച്ചതാണ്. ഇതാണ് വളരെ ചുരുക്കി പറയാനുള്ളത്. നന്ദി. ശരി.
ഓക്കെ, അഷ്റഫ് സാറ് പറഞ്ഞതുപോലെ ഇപ്പം ഡൗട്ട്സ് 2-3 കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറയാം. ഇപ്പൊ ഈ കുട്ടികളുടെ ഇടയിലുള്ള ആത്മഹത്യാ പ്രവണത കൂടുന്ന ഒരു കാലഘട്ടം നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നു. ചെറിയൊരു പ്രശ്നത്തിന് കുട്ടികളെ സൂയിസൈഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ ഞാൻ എന്താണ് ഓരോ ഫാമിലിയിൽ ആണ് കൂടുതലും കുട്ടികൾക്ക് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്ന, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ദിവസം ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു സ്കൂളിലെ ഒരു ടീച്ചറിനെതിരെ ഒരു പേരന്റ് നമ്മളോട് കംപ്ലൈന്റ് വിളിച്ച് പറയുവാണ്, സർ ആ ടീച്ചർ കുട്ടീനെ അവനെന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ അവളെന്ന് വിളിക്കുന്നു. മാത്രമല്ല കുട്ടി ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പോ കുട്ടി ക്ലാസ്സിൽ ഭയങ്കര നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ കുട്ടീനെ മാത്രം കോർണറിങ് ചെയ്യുന്നു ആ ടീച്ചർ. കുട്ടിക്കൊരു പേര് ഞങ്ങൾ ഇട്ടിട്ടില്ലേ, അപ്പൊ കുട്ടീനെ അവനെന്നും അവളെന്നും വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഒരു പാരന്റ് നമ്മളോട് ചോദിച്ചു. അങ്ങനെ സ്കൂളിനെ പറ്റിയിട്ട് കുറെ കുറ്റങ്ങൾ ആ സ്കൂളിൽ ഇനി ഒരു കുട്ടികളും പഠിക്കാൻ കൊള്ളില്ല, അതൊരു ICSE സ്കൂളാണ്, പഠിക്കാൻ കൊള്ളില്ല എന്നുള്ള രീതിയിൽ. ഇപ്പം നമ്മള് കൂടുതൽ നമ്മൾ സ്കൂളിൽ പോയി അന്വേഷിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ ഈ പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. കുട്ടീനെ ഈ പാരന്റ്സ് തിരുത്താൻ ഒരിക്കലും തയ്യാറാവുന്നില്ല. കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതല്ല മോനെ, അപ്പൊ ടീച്ചർ ഒന്ന് അവനെന്ന് വിളിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ എന്താ പറ്റുന്നേ? അല്ലെങ്കിൽ ഞാൻ ആ ടീച്ചറിനോട് സംസാരിച്ചപ്പോൾ ആ ടീച്ചർ പറയുന്ന കാര്യം, ഞാൻ എന്റെ കുട്ടികളോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെയാണ് ഞാൻ സ്കൂളിലുള്ള ഓരോ കുട്ടീനെയും കാണുന്നത്. അപ്പം മോനെ മോളെ അല്ലെങ്കിൽ അവനെ അവൻ അവൾ എന്ന് വിളിക്കുമ്പോ എന്റെ കുട്ടികളോട് ഞാൻ എങ്ങനെ പെരുമാറുന്നത് ആ രീതിക്കാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ അത് അത്ര വലിയ ഇഷ്യൂ ആണെന്ന് ഞാൻ കരുതിയില്ല. മാത്രമല്ല ഈ കുട്ടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്, പക്ഷെ ക്ലാസ്സിലിരിക്കുമ്പം വേറെ കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പം ടീച്ചറിനുള്ള ഒരു ഓപ്ഷൻ ആ കുട്ടീനെ സൈലന്റ് ആക്കുക അല്ലെങ്കിൽ ആ കുട്ടിയോട് മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുന്നതാണ്. കാരണം അവൻ നല്ല ബ്രൈറ്റ് ആണ്, അവൻ വീട്ടിൽ പോയി പഠിക്കും. പക്ഷെ ബാക്കിയുള്ള കുട്ടികൾ അങ്ങനെയല്ല. അപ്പൊ അത് പറയുമ്പം കുട്ടി വീട്ടിൽ ചെന്ന് എന്താണോ പറയുന്നത് അത് മാത്രം കേൾക്കാനാണ് ആ പേരന്റ് തയ്യാറാകുന്നത്. അപ്പം അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം തെറ്റ് ഏതെന്ന് കുട്ടീനെ പറഞ്ഞ് തിരുത്താൻ ഈ കാലഘട്ടത്തിലെ പാരന്റ്സിന് കഴിയുന്നില്ല. കുട്ടി ബ്രൈറ്റ് ആണ്, ഓക്കെ, അവന്റെ നല്ല കാര്യങ്ങൾ മാത്രം. അപ്പം ടീച്ചേഴ്സും കൊള്ളില്ല, സ്കൂളും കൊള്ളില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ പാരന്റ്സിനോട് പറഞ്ഞാൽ തന്നെ നമ്മളെപ്പോലും അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. അപ്പൊ ശരിക്കും കുട്ടികളെക്കാളും കൂടുതൽ ആദ്യമേ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് പാരന്റ്സിനാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അതാണ് ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോ അവർക്ക് അത് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ടീച്ചർ ഒരു അടി കൊടുത്തു, ഓക്കെ, ബാക്കിയുള്ള കുട്ടികളുടെ മുമ്പിൽ അതെനിക്ക് നാണക്കേടായി. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് കുട്ടി കൂടുതലായിട്ടും സൂയിസൈഡ് ടെൻഡൻസി പോലുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു മാം. പിന്നെ ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞത്, കുട്ടികൾ കൂടുതലും ഇപ്പം ഫ്രണ്ട്സ് ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നുണ്ട്. അപ്പോ കൂടുതലായിട്ടും കുട്ടികൾ ഇപ്പൊ പിയർ പ്രഷർ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഡ്രഗ് അബ്യൂസ് ആണെങ്കിലും എന്തിനും ഒരു കാരണമാകുന്നത് പിയർ പ്രഷർ ആകുന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് പ്രശ്നം എന്നാന്ന് വെച്ചാല് ഫ്രണ്ട്സിനെ കണ്ടെത്തുമ്പോൾ അവർക്ക് എന്തോരം ബൗണ്ടറീസ് വെക്കണം എന്ന് ഇന്നത്തെ കാലത്തിലെ കുട്ടികൾക്ക് അറിയില്ല. ഇപ്പം ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുമ്പോൾ എവിടെ ബൗണ്ടറി, എവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യണം, എന്തോരം വരെ അത് കൊണ്ടുപോകാം എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് ചിലപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളോട് നമുക്ക് ഇപ്പൊ പാരന്റ്സിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും കുട്ടികളുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സിന് ഒരുപക്ഷെ പേടിയായിരിക്കും, ഇപ്പം ഇന്നത്തെ കാലത്തിലെ കുട്ടികളോട് സംസാരിക്കാൻ ടീച്ചേഴ്സിന് പേടിയായിരിക്കും. കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷനിലേക്ക് വിളിച്ചും മെയിൽ അയച്ചും പരാതികൾ അറിയിക്കുന്ന കുട്ടികളാണ് ഈ കാലഘട്ടത്തിലുള്ളത്. അപ്പൊ ടീച്ചേഴ്സിന് ഒരു പരിധിവരെ ഒന്ന് വടിയെടുക്കാനോ എന്തിനും ഭയം ഉള്ള ഒരു സ്ഥിതിവിശേഷം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സിനെ എങ്ങനെ സെലക്ട് ചെയ്യണം. ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഇൻസ്റ്റഗ്രാമിലൂടെ കൂടുതലും അബ്യൂസുകൾ കണ്ടുവരുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. കാരണം ഒരു കുട്ടി ഒരാളുടെ ഫ്രണ്ടായി, ഒരു സ്ട്രേഞ്ചർ ആണെന്ന് വെക്കേ
അവന്റെ ആ കുട്ടീനെ അയാൾ കുറെ നേരം കേട്ട് ഇരിക്കാൻ തയ്യാറാകുവാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കുട്ടിക്കുണ്ട്. കാരണം കുട്ടീനെ ആരും കേൾക്കാൻ തയ്യാറാകുന്നില്ല. പിന്നെ എവിടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം, എന്താണ് തെറ്റ് ചെയ്ത് ശരിയെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഒരു കപ്പാസിറ്റി കുട്ടികളിൽ വരുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം കാണാൻ സാധിക്കും. ഇപ്പൊ കുട്ടിക്ക് എവിടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യണമെന്ന് കുട്ടിക്ക് അറിയില്ല. അപ്പൊ അത് നമ്മൾ പാരന്റ്സ് എന്നുള്ള രീതിയിൽ പാരന്റ്സിന്റെ കടമയാണ്. ആദ്യമേ പേരൻസ് തന്നെ ഫ്രണ്ട്സ് ആകാൻ ശ്രമിക്കണം കുട്ടിയുടെ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആർക്കെങ്കിലും മാമിനോടോ സാറിനോടോ ഡൗട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്താൽ മതി, എന്നിട്ട് ചോദിക്കാം. ദിയ മാം കൈ ഉയർത്തിയിട്ടുണ്ട്, ചോദിച്ചോളൂ ദിയ മാം. ഹലോ അഞ്ജലി മാം, ഒരു ഡൗട്ട് ഉള്ളത്, നമ്മുടെ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അതിനെന്താണ് ചൈൽഡ് ലൈനിൽ വല്ല സൊല്യൂഷൻ ആയിട്ട് വരുന്നത്? ഓക്കെ, ഡ്രഗ് റിലേറ്റഡ് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രീം പോലുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് ലിങ്ക് ചെയ്യാറാണ് നമ്മൾ ചെയ്യാറ്. ഇപ്പം കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫോളോ അപ്പ്, ഇപ്പം ഡ്രീമില് സ്റ്റാഫുകളെ വഴി നമ്മൾ ലിങ്ക് ചെയ്യിപ്പിച്ച് അതിനായിട്ടുള്ള കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുക, റീഹാബിലിറ്റേഷൻ കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പം കൂടുതലും ഡ്രഗ് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ CWCയുടെ ഓർഡർ പ്രകാരം ഏതെങ്കിലും റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് കുട്ടികളെ നമ്മൾ മാറ്റാറുണ്ട്. ഇപ്പൊ പ്രോപ്പർ ആയിട്ട് പിന്നെ ഫോളോ അപ്പുകളും നടത്താറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഡ്രഗ് അഡിക്ഷന്റെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പം ചെയ്യാറുള്ള കാര്യം. അവർക്ക് പിന്നീട് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ, അതോ അവരിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്? ശരിക്കും അതായത് അവരത് യൂസ് ചെയ്യുന്നതാണെങ്കിൽ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചോദിച്ച പ്രകാരം ഇപ്പൊ കുട്ടികൾ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്യുവാണെങ്കിൽ തന്നെ, ഇപ്പം പോക്സോ റിലേറ്റഡ് ആണെങ്കിലും, ഇപ്പോ ഒരു പെൺകുട്ടീനെ ഒരു 17 അല്ലെങ്കിൽ 16 ഇയേഴ്സ് ആയിട്ടുള്ളൊരു ആള് തന്നെയാണ് അബ്യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ FIR ഇടാറില്ല കുട്ടികളുടെ കാര്യത്തിൽ. നമ്മളത് ഇപ്പം പോലീസ് സ്റ്റേഷനിലാണെങ്കിലും അത് റിപ്പോർട്ട് ഫയൽ ചെയ്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലേക്കാണ് അത് അയക്കാറുള്ളത്. ഇപ്പം നമ്മൾ കുട്ടീനെ ഒരിക്കലും കുറ്റവാളി എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കാറില്ല. ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കാറ്. അപ്പൊ കൂടുതലും അങ്ങനെയുള്ള കേസുകളാകുമ്പം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ കുട്ടീനെ വരുത്തുകയും കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കാറുമാണ് ചെയ്യുന്നത്. പിന്നെ പോക്സോ റിലേറ്റഡ് കേസുകളിൽ മാത്രമാണ് ഇപ്പം അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇതിനാണ് കൂടുതലും കുട്ടിക്ക് ഇപ്പം ജയിൽ ശിക്ഷ അതുപോലുള്ള കാര്യങ്ങൾ പോക്സോ റിലേറ്റഡ്, അത് അഗ്രവേറ്റഡ് ഒക്കെ ആണെങ്കിൽ മാത്രമേ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് യൂഷ്വലി പോവാറുള്ളൂ. ഇപ്പൊ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ കുട്ടീനെ ഹാജരാക്കിയിട്ട് കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാറാണ് പതിവ്. താങ്ക് യു മാം. താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ രണ്ടു പേരുടെയും പ്രസന്റേഷൻ, അതായത് സുധീർ സാറിന്റെയും അഞ്ജലിയുടെയും ഇടയ്ക്കൊന്ന് കയറി കേട്ടായിരുന്നു. മുഴുവനായിട്ട് കേൾക്കാൻ എനിക്ക് സാധിച്ചില്ല, തിരക്കുകൾ ഉണ്ടായതുകൊണ്ട്. രണ്ടുപേരും വളരെ വിശദമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് കേട്ടു. അതിനുശേഷം നല്ല ഇന്ററാക്ഷനും ഇവിടെ നടന്നു. ഐ എം വെരി ഹാപ്പി. ഒത്തിരി സന്തോഷം തോന്നി ഇങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങൾ ഓർഗനൈസ് ചെയ്തതിൽ. പ്രത്യേകിച്ച് നമ്മുടെ 11th ബാച്ചിലെ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇനിയുള്ള 2 ദിവസങ്ങളും കൂടി ഈ ഒരു പ്രോഗ്രാം തുടരുന്നതാണെന്ന് മനസ്സിലാക്കുകയാണ്. രണ്ട് റിസോഴ്സ് പേഴ്സണെ, സുധീർ സാറിനെ അഞ്ജലിയും രണ്ടുപേരെയും സ്മാർട്ട് ഇന്ത്യയുടെ പേരിൽ ഞാൻ പൂർണ്ണമായിട്ട് ഔദ്യോഗികമായിട്ട് നന്ദി വേറെ പറയും. എങ്കിൽ പോലും രണ്ടുപേർക്കും പ്രത്യേക അപ്രീഷിയേഷൻ തരികയാണ്. നന്നായിട്ട് ഈ വിഷയത്തെ മനോഹരമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. കുട്ടികളെ കുറിച്ച് സാധാരണ നമ്മളൊക്കെ എല്ലാവരും കരുതുന്ന ഒരു വലിയ ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുക. മാനവവംശത്തിന്റെ പിതാവാണ് കുട്ടി എന്നാണ് പൊതുവെ പറയപ്പെടുക. കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുഞ്ഞും കിരീടം നഷ്ടപ്പെട്ട രാജാവും അനുഭവിക്കുന്ന നൊമ്പരം എന്താണെന്ന് നമ്മൾ എവിടെയൊക്കെയോ വായിച്ചും പറഞ്ഞും ഒക്കെ കേട്ടിട്ടുണ്ട്.
കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു പ്രതിസന്ധിയുടെയും ആധികാരികമായ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളിലേക്ക് തന്നെയാണ്. മുതിർന്നവർ ആണ് അതിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് പലപ്പോഴും വരിക. ഇവിടെ നടന്ന ചർച്ചകളിലും ഞാൻ ശ്രദ്ധിച്ചത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ്, കുടുംബം തന്നെയാണ് എന്നൊക്കെയുള്ള ഒരു തലത്തിൽ തന്നെയാണ് നമ്മുടെ ചർച്ചകളൊക്കെ കടന്നു പോകുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിക്കുവാനും കൂടുതൽ ബോധ്യങ്ങൾ വളർത്തുവാനും ഒക്കെ ഈ ദിവസങ്ങളിലെ ചർച്ചകളും പ്രോഗ്രാമുകളും ഒക്കെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. സായാഹ്നത്തിന്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. അവരെ കേൾക്കുകയും പിന്തുണയ്ക്കുകയും ശരിയായ തിരഞ്ഞെടുപ്പ് നടത്താൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരന്തരീക്ഷത്തിൽ വളരാൻ അർഹരാണ്. സ്കൂളുകൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, ഹെൽപ്പ് ലൈനുകൾ, കമ്മ്യൂണിറ്റികൾ എന്നിവയെല്ലാം കുട്ടിയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. തുറന്ന സംഭാഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും പിന്തുണാ സംവിധാനങ്ങളിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുന്നതിലൂടെയും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാനുള്ള ആത്മവിശ്വാസം കുട്ടികൾക്ക് ലഭിക്കുന്നു. ചെറിയ പ്രവർത്തികൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ശ്രദ്ധിക്കുന്ന ഒരു കാതോ ഉറപ്പു നൽകുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കല്ലെന്ന് ഒരു കുട്ടിയെ അറിയിക്കുന്നത് അവരുടെ യാത്രയുടെ ഗതിയെ തന്നെ മാറ്റും. ഇന്ന് നാം അവരുടെ ക്ഷേമത്തിനായി നിക്ഷേപിക്കുമ്പോൾ നാളത്തേക്കായി കൂടുതൽ കരുത്തുറ്റ തലമുറയെയാണ് നാം കെട്ടിപ്പടുക്കുന്നത്. അടുത്തതായി ഞാൻ കെൻസ മാമിനെ നന്ദി പറയുവാനായി ക്ഷണിക്കുന്നു. താങ്ക് യു നിവേദിത. ഫെബ്രുവരി 20 വേൾഡ് ജസ്റ്റിസ് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന 3-day പാനൽ ഡിസ്കഷന്റെ ആദ്യ ദിനം ഇന്ന് അവസാനിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ ഒതുങ്ങേണ്ടതല്ല നമ്മുടെ ഈ ചർച്ച. നമ്മൾ ഒരുപാട് ചിന്തകൾ നമ്മളിൽ എല്ലാവരിലും കൊണ്ടുവരാനും നമുക്ക് ചർച്ച ചെയ്യാൻ അതിനുള്ള ഒരു വിത്ത് പാകിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ 2 പാനലിസ്റ്റുകളും ഇന്ന് അവരുടെ ചർച്ച അവസാനിപ്പിക്കും. 20 മിനിറ്റിൽ അവർക്ക് പറയാൻ പറ്റുന്നതെല്ലാം അവർ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. നമുക്കും ഒരുപാട് സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന 2 ഡിഫറെന്റ് ആയിട്ടുള്ള 2 ഏരിയയിൽ നിന്നാണ് അവർ 2 പേരും സംസാരിച്ചത്. ആദ്യമായി നമ്മളോട് സംസാരിച്ച സുധീർ സർ തന്റെ അധ്യാപക ജീവിതത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരുപാട് നല്ല അനുഭവങ്ങളിൽ നിന്നാണ് സർ സംസാരിച്ചത്. സാറിന് ഇനിയും സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 1 മണിക്കൂറിലൊന്നും നമ്മുടെ ഈ ചർച്ച നമുക്ക് തീർക്കാൻ പറ്റില്ല. 3 ദിവസത്തിലേക്ക് നമ്മൾ നീട്ടിയെങ്കിലും അതിൽ ഉപരി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തത്. അപ്പോൾ സുധീർ സാറിന് സ്മാർട്ട് ഇന്ത്യയുടെയും ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. അതുപോലെ തന്നെ അഞ്ജലി മാം, ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്ന ഒരു മാം പറഞ്ഞ പോലെ കുറെ പേർക്ക് നമ്മൾ ആദ്യം ഇത് വന്ന സമയത്ത് നമ്മളിത് ഈ ചൈൽഡ് ഹെൽപ്പ് നമ്പർ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് അത് നമ്മളിൽ മറന്നുപോയൊരു കാര്യമായിട്ട് പോയിട്ടുണ്ട്. കുറെ പേർക്ക് അറിയില്ല. സ്കൂളിൽ നടക്കുന്ന ഒരു അവയർനെസ് ക്ലാസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ മാത്രം ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഇത്രയധികം സാധ്യതകളും നമുക്ക് എന്തൊക്കെ ചൈൽഡ് ഹെൽപ്പ് ലൈനിലൂടെ നടക്കുന്നുണ്ട് എന്ന് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എല്ലാവർക്കും പകർന്നു നൽകാൻ തന്റെ സമയം ചെലവഴിച്ച അഞ്ജലി മാമിനും ഒരുപാട് സന്തോഷത്തോടു കൂടിയും ഞാൻ ആദ്യം നന്ദി പറയുന്നു. താങ്ക് യു. പിന്നെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ മോഡറേറ്റർ നിവേദിതയ്ക്കും ഒരു വലിയ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. പറ്റുന്ന രീതിയിലൊക്കെ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിച്ച സാറിനും അതോടൊപ്പം നമ്മുടെ കോർഡിനേറ്റർ കാതറിൻ മാമിനും നമ്മുടെ ഇന്നത്തെ എല്ലാ പാർട്ടിസിപ്പൻസിനും അത് ഇത്ര ലൈവ്ലി ആക്കാൻ പറ്റുന്നത് നമ്മുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ കൂടിയാണ്. അത് എല്ലാവർക്കും ഒരുമിച്ച് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.